ഉമാ തോമസ് MLA അപകടത്തിൽപ്പെട്ട കലൂർ സ്റ്റേഡിയത്തിലെ വിവാദ നൃത്ത പരിപാടി വലിയ വിജയമായിരുന്നു എന്നാണ് സംഘാടകർ അവകാശപ്പെടുന്നത്. രക്ഷിതാക്കളും അധ്യാപകരും നുണപ്രചാരണങ്ങളിൽ വീണു പോകരുത് എന്ന ഒരു സന്ദേശം ആ സംഘാടകർ നൽകിയിട്ടുണ്ട്. അപകടശേഷം ഇന്നാണ് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ പ്രതികരണങ്ങൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്യാംകുമാർ അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. ശ്യാമ, എന്താണിതിൽ സംഘാടകർ വിശദീകരിക്കുന്നത്? അവരുടെ അവകാശവാദങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, ഉമാ തോമസിന് അപകടമുണ്ടായതിനു പിന്നാലെ നിരവധി കേസുകളിൽപ്പെട്ട സംഘാടകർ ഇന്നാണ് അവരുടെ മൃദംഗനാഥം എന്ന് പറയുന്ന ഗ്രൂപ്പിൽ കുറച്ചധികം അവകാശവാദങ്ങളുമായി രംഗത്തെത്തിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ പരിപാടി വിജയമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ ഗിന്നസ് റെക്കോർഡുമായി ബന്ധപ്പെട്ട അതിന്റെ സൈറ്റിലെ വിവരങ്ങൾ വന്ന ശേഷം സർട്ടിഫിക്കറ്റുമായി മുന്നോട്ട് പോകും, എല്ലാവർക്കും സർട്ടിഫിക്കറ്റുകൾ നൽകും എന്നുള്ള ഒരു അറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. അതിനു പുറമെ ചിലർ ഈ പരിപാടിയെക്കുറിച്ച് തെറ്റിദ്ധാരണകൾ പരത്താൻ ശ്രമിച്ചു. ആദ്യഘട്ടത്തിൽ പിന്തുണച്ച മാധ്യമങ്ങൾ പോലും പിന്നീട് അവരെ വേട്ടയാടി അവരെ കുറിച്ച് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു എന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. രക്ഷിതാക്കളും അധ്യാപകരും ഉൾപ്പെടെ പേടിക്കേണ്ട, അവർ കൂടെയുണ്ട് എന്നുള്ള ഒരു അറിയിപ്പ് കൂടിയാണ് ആ ഗ്രൂപ്പിൽ, വാട്സാപ്പ് ഗ്രൂപ്പിലായിട്ട് ഇന്ന് ഇവരുടെ പേരിൽ, സംഘാടകരുടെ പേരിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഏതായാലും നിരവധി കേസുകളുമായി മുന്നോട്ട് പോകുന്നതിനിടെയാണ് ഇപ്പോൾ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഉൾപ്പെടെയുള്ള ഒരു സന്ദേശം എന്ന രീതിയിലും പരാതി ഉന്നയിച്ചവർക്കെതിരെ ഒരു കേസ് കൊടുക്കുമെന്നുള്ള ഭീഷണിയുടെ സ്വരത്തിൽ ഒരു സന്ദേശവുമായി ഈ സംഘാടകർ രംഗത്ത് വന്നിരിക്കുന്നത്. ഈ MLAക്ക് അപകടം ഉണ്ടാകാൻ ഇടയായ സാഹചര്യം എന്താണ്? ആശുപത്രിയിൽ ഇപ്പോഴും ഉമാ തോമസ് MLA തുടരുകയാണ്. ഇതിനെപ്പറ്റിയൊക്കെ ചെറിയതെങ്കിലും ഒരു പരാമർശം ഈ സന്ദേശത്തിലുണ്ടോ ശ്യാമ? ആദ്യ വരിയിൽ ഒരു ചെറിയ പരാമർശം, അതായത് ചെറിയൊരു വീഴ്ച സംഭവിച്ചു എന്നാണ് MLAക്കുണ്ടായ ഗുരുതരമായ പരിക്കും അതേ തുടർന്ന് നടന്ന പരിശോധനയിൽ കണ്ടെത്തിയ ഗുരുതരമായ നിയമലംഘനങ്ങളെയും ഒക്കെ അവർ ഒറ്റ വാക്കിലായിട്ട് ഉപസംഹരിക്കുന്നത്. ഏതായാലും ആ ചെറിയ പരിക്കും ചെറിയ വീഴ്ചകളും എത്രത്തോളം വലുതായി മാറി എന്നുള്ളതിനെ കുറിച്ച് അവർ ഒരു വാക്കുപോലും മിണ്ടുന്നില്ല. പക്ഷേ ആരും പേടിക്കേണ്ട, ഇവർ കൂടെയുണ്ട്, എല്ലാം ശരിയാക്കും എന്നുള്ള രീതിയിലുള്ള ഒരു സന്ദേശവുമായിട്ടാണ് ഇപ്പോൾ ഏതായാലും മൃദംഗനാഥത്തിന്റെ സംഘാടകർ കേസൊക്കെ ഒതുങ്ങിയതിന്റെ തൊട്ടു പിന്നാലെ രംഗത്തെത്തിയിരിക്കുന്നത്. ശരി ശ്യാം, എന്തായാലും ഒരു വരിയെങ്കിലും ആ അപകടത്തെ പറ്റി പരാമർശിച്ചില്ല. അത്രയും സന്മനസ് സംഘാടകർ കാട്ടിയെന്ന് പറയാം. ശ്യാം പറഞ്ഞതുപോലെ എത്ര ഗുരുതരമായിരുന്നു ആ സാഹചര്യം, ആ സംഭവം എന്നത് ഈ ഘട്ടത്തിലും നമ്മൾ ഓർക്കുന്നുണ്ട്. അപ്പോൾ സംഘാടകരും അത് ഓർത്താൽ നന്ന് എന്ന് മാത്രമേ പറയാനുള്ളൂ.